അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയുടെ മേശയിലേക്ക്. വ്യാഴാഴ്ച മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇരുവിഭാഗവും പൂർത്തിയാക്കിയതായാണ് സൂചന. പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിനും നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാനുമുള്ള നിർണായക നീക്കമായി ഈ ചർച്ചയെ വിലയിരുത്തുന്നു. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾക്കായി ഇരുഭാഗത്തും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ചർച്ചയുടെ കൃത്യമായ സ്ഥലവും അജണ്ടയും സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഉന്നതതല പ്രതിനിധികൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സൈനികവും നയതന്ത്രപരവുമായ സ്തംഭനാവസ്ഥ ഇല്ലാതാക്കുകയാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ ധാരണയിലെത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. പുതിയ ചർച്ചാഘട്ടം ആരംഭിക്കുന്നത് ഒരു നല്ല സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ഭാവിയിൽ വലിയ കരാറുകളിലേക്ക് എത്താൻ ഇത് വഴിയൊഴുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. അതേസമയം ചർച്ചകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ അത് ആഗോള സ്ഥിരതയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി മാറും. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ ഇറാന് മുന്നിൽ അമേരിക്കയുടെ മുൻഗണനകൾ വ്യക്തമാക്കിയതായി പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള താക്കോൽ ഇറാന്റെ കൈവശമാണെന്നും പന്തിപ്പോൾ അവരുടെ കോർട്ടിലാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ അന്തിമ തീരുമാനമില്ലാതെയാണ് അവസാനിച്ചതെങ്കിലും ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗൾഫ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ പാകിസ്ഥാനിലെത്തിയ വാൻസ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ തീരുമാനമായിരിക്കും ഇനി കാര്യങ്ങൾ നിശ്ചയിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇറാനിയൻ പ്രതിനിധികൾക്ക് ഒരു കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കാത്തതാണ് ചർച്ചകൾ ഫലം കാണാതെ അവസാനിക്കാൻ കാരണം. ഇറാൻ പരമോന്നത നേതാവിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾക്ക് അംഗീകാരം വാങ്ങാൻ അവർക്ക് ടെഹ്റാനിലേക്ക് മടങ്ങേണ്ടതുണ്ടായിരുന്നു. ഇറാനിൽ ആരാണ് യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനുമായുള്ള ചൈനയുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടരുതെന്നും മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ്ജ കരാറുകളുണ്ട്. മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് ചൈനയ്ക്കായി തുറന്നിരിക്കുമെന്നും ജുൻ കൂട്ടിച്ചേർത്തു. ചൈനയെ സംബന്ധിച്ച് നിർണായക പാതയാണ് ഹോർമുസ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40% LNGയുടെ 30% ഹോർമുസ് വഴിയാണ് വരുന്നത്. അതിനാൽ ഇറാൻ US പ്രശ്ന പരിഹാരത്തിനായി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ നാവിക ഉപരോധം ലക്ഷ്യം വെക്കുന്നത് ചൈനയുടെ കറൻസിയെ ആയിരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പെട്രോ ഡോളർ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായി ചൈനയുടെ യുവാൻ ഇടപാടിനെ അമേരിക്ക നോക്കിക്കാണുന്നു. ജലപാതയുടെ സുരക്ഷ, സ്ഥിരത, തടസ്സമില്ലാത്ത കടന്നുപോകൽ എന്നിവ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് വാദിച്ചുകൊണ്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വെടിനിർത്തലിന് പിന്തുണ ആവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ക്രിയാത്മകവുമായ പങ്ക് വഹിക്കാൻ ചൈന തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.